ഞാൻ കഴിഞ്ഞ രാത്രി ഇവിടെ പറഞ്ഞ വചനം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. വന്നവർ എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരിക്കില്ലായിരിക്കും, എന്നാലും മിക്ക പേരും ഇവിടെ ഉണ്ടായിരുന്നു. യേശു തനിക്ക് ചേരുന്ന ഒരു ജനത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകും, തൻ്റെ കൂടെ സ്ഥിരം താമസിപ്പിക്കും. ആ സ്ഥിരം താമസിപ്പിക്കുന്ന കൂട്ടരുടെ പേര് നമ്മൾ ഇന്നലെ രാത്രി വചനത്തിൽ നിന്ന് പറഞ്ഞത് സാദൃശ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ ഭാഷ പോലെ കുഞ്ഞാടിൻ്റെ കാന്ത. ആ കാന്ത എങ്ങനെയായിരിക്കണം? ഞാൻ ഇന്നലെ ഒടുവിൽ പറഞ്ഞത് ഇത് ഓർമ്മയുണ്ടോ? വികലത ഭവിച്ച ഒന്നിനെയും കോലം കെട്ട ഒന്നിനെയും ദൈവത്തിന്, ക്രിസ്തുവിന് തൻ്റെ കാന്തയാക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കൂടിയ ആളാണ് ഈ കാന്തൻ. നമുക്ക് ഒറിജിനലി ജന്മനായിട്ടോ ജീവിതം കൊണ്ടോ അതിന് യോഗ്യതയില്ലായിരുന്നു, അത് ശരിയാണ്. പക്ഷേ നമ്മെ തൻ്റെ സ്വന്തമാക്കിയപ്പോൾ ആ യോഗ്യത തന്നിട്ടാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ മനുഷ്യരാണെന്നും ബലഹീന സ്വഭാവമുള്ളവരാണ് എന്നും നമ്മുടെ ഇടയിൽ സാധാരണ ഒരു പറച്ചിലുണ്ട്. തോൽവി പറ്റാം, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് എടുത്താൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദാവീദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്, എന്നാലും ദാവീദിനെ ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കുഴപ്പം പറ്റിയാലും വലിയ പ്രശ്നമില്ല എന്ന് ചിന്തിക്കാനുള്ള സാധ്യതകൾ. എന്നാലും അതിന് മറുപടി ലാലൂടെ പറഞ്ഞു. ചെയ്ത തെറ്റ് പിന്നെ അദ്ദേഹം ആവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, എത്ര കൂടിയ സ്ഥാനത്തിരുന്നിട്ടും അനുദപിച്ച്, കേവലം അനുദപിക്കുകയല്ല, അത് സങ്കീർത്തനമായിട്ട് എഴുതി വെച്ച് തലമുറകൾ ഓർക്കത്തക്കവണ്ണം. ഒരു കൂടിയ ആൾ, ഞാൻ കൂടിയ ആളാണ്, അതുകൊണ്ട് എനിക്ക് അനുദപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഇടയില്ലാതെ വണ്ണം ഇസ്രായേലിൻ്റെ രാജാവായവൻ, അധികാരമുള്ളവൻ, ദൈവസന്ധിയിൽ തന്നെ താൻ താഴ്ത്തി. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല എന്ന് ഓർക്കണം. ഈ ചെയ്തനെല്ലാം അടി വാങ്ങിച്ചു. കാണിച്ച മുഴുവൻ കുഴപ്പങ്ങൾക്കും ദൈവം ശിക്ഷ കൊടുത്തു. അല്ല, അതെല്ലാം പോട്ടെന്നും പറഞ്ഞ് ദൈവം വിട്ടില്ല എന്നറിയണം. ഒരുത്തനെ കൊന്നു. ദൈവം പറഞ്ഞ്, വാള് നിന്റെ നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ നിത്യം പിന്തുടരും. നീ ഒരുത്തനെയാ കൊന്നത്, നീ സ്വസ്ഥമായിട്ട് താമസിക്കില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയണം. എനിവേ, ദൈവസഭ അറിയേണ്ട കാര്യം, യേശു തൻ്റെ സഭയിൽ കടന്നു വന്നു. ഇന്നും വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. എന്തിനായി വരുന്നതെന്നാ ധരിക്കുന്നേ? വന്ന ഉടനെ കൈ ഉയർത്തി എല്ലാവർക്കും അനുഗ്രഹം എന്ന് പറയാൻ വേണ്ടി വരുന്നു എന്നാണോ ധരിക്കുന്നത്? അനുഗ്രഹം കൊടുക്കേണ്ടവർക്ക് അനുഗ്രഹം കൊടുക്കും, അടി കൊടുക്കേണ്ടവർക്ക് അടി കൊടുക്കും, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. സഭയിൽ വരും. വന്നാലേ എല്ലാ പള്ളിക്കാരും കയറ്റത്തില്ല യേശുവിനെ. ചില പള്ളിക്കാർ കയറ്റും, ചില പള്ളിക്കാർ യേശുവിനെ കയറ്റുകയില്ല. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ചിത്രം. തന്നെ സഭയിൽ വരുന്നെങ്കിലും അവിടുത്തെ ദൂത് ഏറ്റെടുക്കേണ്ട ആൾ യേശു സംസാരിക്കും. പക്ഷെ യേശു സംസാരിക്കുന്നത് ഏറ്റെടുക്കേണ്ടത് വ്യക്തിപരമായിട്ടാണ്. ഞാൻ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലാണ് സ്വല്പകാര്യം വേഗം പറയും. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയം എടുക്കുള്ളൂ, വേഗം പറയുമെങ്കിലും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയും. 7 സഭകൾക്കുള്ള ദൂതാണ് അവിടെ. അന്ന് നിലവിലിരുന്ന 7 സഭകൾ. ഓരോ സഭയിലും യേശു വ്യക്തിപരമായി ഇറങ്ങി വന്നു. തൻ്റെ കാന്തയാവാനുള്ളതല്ലേ. അപ്പം ആ കാന്ത
എങ്ങനായിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അങ്ങനെ തന്നെയായി തീരണം. അങ്ങനെ തന്നെയായി തീർക്കാൻ വേണ്ടി അഭിനന്ദിക്കുവാൻ, പ്രശംസിക്കേണ്ടതിനെ പ്രശംസിക്കുവാൻ, കുറവുള്ളതിനെ പരിഹരിക്കുവാൻ, എല്ലാത്തിനും ഗുണദോഷിക്കാൻ വരും, കാര്യം പറയാൻ വരും. പക്ഷെ ദൂത് പറഞ്ഞവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓരോ സഭയിലും പറഞ്ഞവസാനിപ്പിക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വ്യക്തിപരം, ഏകവചനം, കേൾപ്പാൻ ചെവിയുള്ളവൻ. ഭാഷ വളരെ പ്രധാനമാണ്. നമ്മൾ ചിലപ്പോൾ ഭാഷ ശ്രദ്ധയില്ലാതെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു രീതിയാണ്. ഭാഷാശുദ്ധി വളരെ കുറവാണ്. പക്ഷെ വചനം അങ്ങനെയല്ല, വളരെ കൃത്യമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇംഗ്ലീഷിൽ ഹീ ഹു ഹാസ് ആൻ ഇയർ ലെറ്റ് ഹിം ഹിയർ. ഹീ ഹു ഹാസ് ആൻ ഇയർ ലെറ്റ് ഹിം, സിംഗുലർ. ദൂത് സഭയോട് മൊത്തം പറയുന്നെങ്കിലും എല്ലാവരും ദൂത് സ്വീകരിക്കുകയില്ല. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോണം, നിർബന്ധിക്കുകയില്ല, അടിച്ചേൽപ്പിക്കുകയില്ല. ദൈവം അടിക്കും. ആരെ അടിക്കുമെന്നറിയാവോ? താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കും. എന്തിന്? അതിനെ ബാലശിക്ഷ എന്ന് പറയും. അത് തിരുത്താൻ. ദാവീദിനോട് പറഞ്ഞ ഉടനെ തിരുത്തുമായിരുന്നു. അങ്ങനെ തിരുത്തുന്നവരെ കൊച്ചു കൊച്ചു അടി കൊടുത്ത് അന്നേരം തിരുത്തും. അത് ശ്രദ്ധിക്കുന്നവരെ. എന്നാൽ ശ്രദ്ധിക്കാതെ എല്ലാവർക്കും കുഴപ്പമുണ്ടാവുന്നു, എനിക്കും ഉണ്ടായി, അതിനിപ്പോൾ എന്താ എന്ന് പറയുന്നവർക്ക് ബാലശിക്ഷ ഉണ്ടാവില്ല. അവരെ ഇഷ്ടത്തിന് വിടും, ചാവുതണം വരെ വിടും. അവസാനം എല്ലാം കൂടെ തൂത്തുവാരി ഒരടി അവസാനം അടിക്കും. അത് അന്ത്യനായി വിധിയിലേ ഉള്ളൂ. ദാവീദ് അനുദപിക്കുന്നവനായതുകൊണ്ടാണ് അടി കൊടുത്തത്. തിരുത്താൻ, ഇമ്മീഡിയറ്റ്ലി തിരുത്താൻ. എന്നാലും അതിന് ശിക്ഷ കൂടി വന്നോ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പോൾ സഭയോടുള്ള ദൂത് വ്യക്തിപരമായി തിരുത്തേണ്ടതാണ്. ഞാനത് പറയാൻ പോകുന്ന കാര്യം, ഈ പുസ്തകത്തിലെ സന്ദേശം അനുസരിച്ച് നമുക്ക് കേടുവരുത്തുന്ന, വികലത വരുത്തുന്ന പല പല കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് ചൂണ്ടിക്കാട്ടാം. ഈ ക്രിസ്തുവിൻ്റെ ഭാഷ, എൻ്റെ ഭാഷയല്ല, ക്രിസ്തുവിൻ്റെ ഭാഷയിൽ നേരിട്ട് വന്ന് പറയുന്ന കാര്യമാണ്. അത് 7 സഭകളോടുള്ള ദൂതായിട്ടാണ് പറയുന്നത്. അത് പൊതുവെ സഭയ്ക്ക് മൊത്തമുള്ള ദൂതാണ്. ഓരോരുത്തരും ഞാൻ പറഞ്ഞല്ലോ, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കണം. ഒന്നാമത്തെ സഭയോട് വന്ന് തിരുത്താൻ പറയുന്ന കാര്യം, നല്ല കാര്യങ്ങളും അഭിനന്ദനങ്ങൾക്ക് വേറെ ഉണ്ട് കേട്ടോ, അത് വിശദമായി നമ്മൾ ആ പാഠം പഠിക്കേണ്ടതാണ്. അതെല്ലാം പറയുന്നതല്ല ഇന്നെൻ്റെ ദൗത്യം. ഞാൻ ഇന്നലെ കണ്ട ദർശനത്തിൻ്റെ ബാക്കി അതിനോട് ചേർത്തുള്ള ദൂതാണ്. ഇന്നലെ പറഞ്ഞ ദൂതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവരോട് ഈ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയല്ലേ? മണവാട്ടി, മണവാളൻ, ആ ബന്ധത്തിൽ പറയുന്ന വാക്കാണ്. വായിച്ചേക്കാമോ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സഭയോടെല്ലാം പറയുന്ന ദൂതുകളിൽ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് മാനസാന്തരപ്പെടണം. പൊതുവെ നമ്മുടെ ഇന്ത്യ അനുസരിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ആദ്യം മനുഷ്യൻ ഒരേറ്റുപറച്ചിൽ നടത്തി ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനാണ് മാനസാന്തരം എന്നാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അതോടെ എല്ലാം കഴിഞ്ഞു. പിന്നെ മാനസാന്തരം ഇല്ലെന്നാണ് ആളുകളുടെ ധാരണ. പക്ഷെ നിങ്ങൾ ഈ 7 ദൂതുകളും വായിച്ചു നോക്കണം. ഏറെക്കുറെ ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം മാനസാന്തരപ്പെടുക. എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? മനസ്സ് മാറ്റുക, മനോഭാവം മാറ്റുക, തെറ്റ് തിരുത്തുക. അടിയന്തരമായ കാര്യമാണ്, അത്യാവശ്യമായ കാര്യമാണ്. തോൽവി പറ്റിയെന്നറിഞ്ഞോ വെറുതെ സോറി പറഞ്ഞാൽ പോരാ. അങ്ങനെ കുറേ ആളുകളുണ്ട്. ദൈവം അങ്ങ് ക്ഷമിക്കും, 70 വട്ടം ക്ഷമിക്കും, എപ്പോഴും കുഴപ്പം കാണിച്ചു ഇനി തിരിച്ചു എന്ന് പറയണം സോറി. ഇങ്ങനെ ഒരു ദിവസം 10 പ്രാവശ്യം ചെയ്തും വെച്ച് എല്ലാ പ്രാവശ്യവും സോറി സോറി സോറി.
അതിനാണ് ആളുകളുടെ ധാരണ. അതല്ല അതിൻ്റെ അർത്ഥം. മാനസാന്തരപ്പെടുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്? പ്രശ്നം പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ, കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഏറ്റവും അത്യാവശ്യമായിട്ട് കൂടുതൽ വേണ്ടിയത് സ്നേഹമല്ലേ? സ്നേഹിക്കാനല്ലേ കല്യാണം കഴിച്ച്? സ്നേഹമില്ല പിന്നെ ആ വീടെന്താണ്, ആ കുടുംബം എന്താണ്? എന്തുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ നിർബന്ധം എന്താണ്? ഏറ്റവും വലിയ കൽപ്പന എന്താണെന്നുള്ളത് വായിച്ചിട്ടുണ്ടാവുമല്ലോ. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലല്ലേ ഒരാൾ ചോദിക്കുന്നത്, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? എന്താണ് കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ പറയൂ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണമാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ഇതൊരു സ്നേഹബന്ധമാണ്. അല്ല ദൈവത്തെ പേടിച്ച് ജീവിക്കുന്നൊരു ജീവിതമല്ല. പേടിയുണ്ട്, ദൈവം വലിയ ആളാണ്. എന്നാൽ ബന്ധത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ്. അതെങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. മറ്റു വാക്യങ്ങളുടെ വെളിച്ചത്തിൽ യേശു പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ. 10-ാം അധ്യായം, മത്തായി 10-ാം അധ്യായം അതിന് 37 മുതലുള്ള വാക്യങ്ങളിൽ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ലൂക്കോസിലെ സമാന്തര ഭാഷണം കൂടി എടുത്താൽ, ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ വീടിനെയോ സ്വത്തിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായ ഒരു സ്നേഹം എന്തിനോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം വെച്ചു പൊറുക്കില്ല. കുടുംബജീവിതത്തിൽ അങ്ങനെയല്ലേ? ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം വേറെ വല്ലതിനോടോ വല്ലവരോടോ ആണെങ്കിൽ ഭാര്യ പൊറുക്കുമോ? ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ വേറെ എന്തിനോടെങ്കിലും സ്നേഹവും ആഭിമുഖ്യവും ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതം സ്വസ്ഥമാവുമോ? ഇല്ലല്ലോ. ഭൂമിയിലെ മനുഷ്യർ കുറവുള്ളവരാണ്, അപൂർണതകളുള്ളവരാണ് കുടുംബജീവിതത്തിൽ. പക്ഷേ നമ്മുടെ മണവാളൻ അപൂർണതയുള്ളവനല്ലല്ലോ. അതുകൊണ്ട് ഈ സ്നേഹത്തിനും ഇന്നലെ വായിച്ച വാക്യം ഏകാഗ്രതയും നിർമ്മലതയും, അതിനെ ബാധിക്കുന്ന എന്തോന്നെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവർ ദൈവമക്കളല്ല എന്ന് വെക്കും എന്നാണ് അടുത്ത വാക്യം. ഞാൻ നിന്റെ നിലവിളക്കതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. ദൈവത്തിന് വല്ലപ്പോഴും വന്ന് പാട്ടുപാടുന്ന കുറേ ആളുകളെ അല്ല വേണ്ടിയത്, വന്ന് സാക്ഷി പറയുന്ന കുറേ ആളുകളെ അല്ല വേണ്ടിയത്. അതെല്ലാം ഉണ്ട്, അതെല്ലാം വേണം. പക്ഷെ അതെല്ലാം സ്നേഹത്തിൽ നിന്നായിരിക്കണം, ആത്മാവിൽ നിന്നായിരിക്കണം, ഉള്ളത്തിൽ നിന്നായിരിക്കണം. കേവലം അധരം കൊണ്ടുള്ളത് ദൈവം സ്വീകരിക്കില്ല. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരെ തകറ്റിയിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ അനേകം കുടുംബങ്ങളിലും ആളുകൾക്ക് സ്നേഹിക്കാൻ സമയമില്ലാതെ ലോകത്തിൻ്റെ തിരക്കിലാണ്. തിരക്കിലെന്ന് മാത്രമല്ല, ഒരുപാട് ബന്ധങ്ങളിലാണ്. ഇങ്ങനെ ഫേസ്ബുക്ക്, ആ ബുക്ക്, ഈ ബുക്ക് എല്ലാം കൂടെ വന്നിട്ട് കണ്ടിടത്തെല്ലാം കയറി ചാറ്റിങ് നടത്തിയേക്കുകയാണ്. ഓർമ്മയില്ലേ ഇന്നത്തെ ലോകം? ചെറുപ്പക്കാർ മാത്രമല്ല, ചില മുതിർന്നവരും ചാറ്റിങ്. പരിചയമില്ലാത്തവരുടെ എല്ലാം അങ്ങ് ചാറ്റ് ചെയ്യണം. എവിടെങ്കിലും ലൈനിൽ കയറി ഒരുത്തി ഹായ് എന്ന് പറഞ്ഞാൽ ഉടനെ തിരിച്ച് ഹായ്. ഇവളാരാ? ആ അതിനെന്തിനു തിരിച്ച് ഹായ് വിടുന്നത്? ഏതെങ്കിലും ഒരുത്തൻ എവിടെങ്കിലും ഇരുന്നോണ്ട് ഹായ് പറഞ്ഞ പെണ്ണ് ഹായ്. എന്തൊന്ന് ഹായ്? മാനമര്യാദയ്ക്ക് അടങ്ങി സ്വന്തം ജീവിതം നോക്കി, കുടുംബം നോക്കി ജീവിക്കേണ്ടതിന് പകരം നിനക്ക് പരിചയമില്ലാത്ത, നിന്നെ അറിയാൻ മേലാത്ത ആരോടെങ്കിലും ഹായ് പറയാനും അത് കഴിഞ്ഞ് വെച്ച് പിന്നങ്ങോട്ട് ചാറ്റിങ് തുടങ്ങാനും വേറെ ഒരു തൊഴിലുമില്ലേ? ജീവിതം നശിപ്പിക്കണോ? കുടുംബജീവിതം മുടിക്കണോ? സ്വസ്ഥമായിട്ട് മര്യാദയ്ക്ക് കുടുംബജീവിതം നടത്തി അവനവൻ്റെ ജോലിയും ജീവിതവും നോക്കി ജീവിക്കേണ്ടതിന് പകരം
ഇന്നത്തെ ലോകത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ വന്നുകൂടിയ സാധനങ്ങളുടെ എല്ലാം പുറകെ പോയി കുടുംബം തകർന്നവരില്ലേ? സ്വസ്ഥതയില്ലാത്തവരില്ലേ? നാണം കെട്ടവരില്ലേ? അവസാനം തമ്മി കൂടിക്കാണാൻ പോയവരില്ലേ? അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ മക്കളിൽ ഒരാളും, ആ ചെറുപ്പക്കാരാകട്ടെ മുതിർന്നവരാകട്ടെ ശുശ്രൂഷകരാകട്ടെ, ജീവിതത്തെ കാത്ത് ജീവിക്കണം. നിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. അതിലുപരി ദൈവത്തെ സ്നേഹിക്കണം. ദൈവഹൃദയത്തിന് വ്രണം വരുത്തുന്ന, മുറിവ് വരുത്തുന്ന ഒറ്റ കാര്യത്തിൽ ദൈവജനം ഇടപെട്ടുകൂടാ. അങ്ങനെ വന്നാൽ നിങ്ങൾ യേശുവിനെ കാന്തയായിരിക്കില്ല. ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ നല്ല അഭിപ്രായമാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവരൊരുപാട് പ്രശ്നത്തിൽ ജീവിച്ചവരാണ്, കഷ്ടത്തിൽ ജീവിച്ചവരാണ്. ആദിമസഭ ഒരുപാട് പീഡയിൽ കൂടെ പോയതാണെന്നറിയാവോ? ഒരുപാട് പേരവരെ ഉപദ്രവിച്ചു. യഹൂദ മതം അവരെ ഉപദ്രവിച്ചു, റോമൻ സർക്കാർ അവരെ ഉപദ്രവിച്ചു, മറ്റ് ജാതിക്കാർ അവരെ ഉപദ്രവിച്ചു, അടിച്ചു, വലിച്ചിഴച്ചു, കൊന്നു എന്ന് വേണ്ട ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. ആഹാരമില്ലാതായി, പട്ടിണിക്കാരായി ജീവിച്ചു. അതാണ് രണ്ടാമത്തെ സഭ, സ്മുർന്നയിലെ സഭ. അതിൻ്റെ 10-ാം വാക്യം പറയുമ്പോൾ, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. കഷ്ടതയും ദാരിദ്ര്യവും. ആഹാരം കഴിക്കാനില്ല സ്ഥിതി വന്നു. കാരണം അവരുടെ സ്വത്ത് ചിലർ അപഹരിച്ചു കളഞ്ഞു. അന്ന് ഇവർ നിയമത്തിൻ്റെ സുരക്ഷിതത്വമുള്ളവരായിരുന്നില്ല. അന്നത്തെ ക്രിസ്ത്യാനികൾ, അവർ കേസ് കൊടുത്താൽ പോലീസ് എടുക്കില്ല. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വല്ലതൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നോക്കാൻ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ലോകം. അന്നത് വർദ്ധിച്ച ഒരളവിലായിരുന്നു. അവര് ഈ കഷ്ടതയൊക്കെ ഉള്ളത് ദൈവജനത്തെ ജീവിതം നേരെ നിർത്താൻ സഹായിക്കുന്നതാണ്. വിശുദ്ധ ജീവിതത്തിന് സഹായിക്കുന്നതാണ് കഷ്ടത. കഷ്ടത വരുമ്പോൾ ദൈവത്തിനടുക്കലോട്ട് പോകും, ആശ്രയത്തിന് പോകും. കഷ്ടതയില്ലെങ്കിലോ പ്രാർത്ഥന വളരെ കുറവല്ലേ? അത്യാവശ്യത്തിനുള്ള എന്താ പറയേണ്ടത്, ഒരു 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 ചടങ്ങ് കുടുംബ പ്രാർത്ഥനയാവില്ലേ? അതുമില്ലാത്ത എത്രയോ വീടുകൾ. വേറെ പലതും അതിൻ്റെ സമയം എടുത്തില്ലേ? പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ രാവിലെയും വൈകിട്ടും തെരുവിൽ കൂടെ പോയാൽ എല്ലാ ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ നിന്ന് പാട്ടും പ്രാർത്ഥനയും ഉയരുന്നത് കേൾക്കാമായിരുന്നു. ഇന്നത് വളരെ കുറഞ്ഞില്ലേ? ഇല്ലേ? പിന്നെ കൂടി വന്നാൽ രാത്രിയാകുമ്പോൾ കട്ടിലേക്ക് കയറിയിരുന്ന് എന്തോ ഒന്ന് ചൊല്ലിയും വച്ച് കിടക്കുന്ന രീതിക്ക് അനേകരും അധപ്പതിച്ചില്ലേ? കഷ്ടതയുണ്ടായിരുന്ന കാലത്ത് ഇന്നും കഷ്ടത വരട്ടെ, അന്നേരം ഉപവസിക്കുമല്ലോ. കുഴപ്പം ഉണ്ടാകട്ടെ, അപ്പം നേരം ഇല്ലാത്തവർക്ക് നേരം ഉണ്ടാവും. ഡയബറ്റീസുകാരും അന്നേരം ഉപവസിക്കും. അല്ലാത്തപ്പോൾ നോ ഡയബറ്റീസാണ്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അല്ല, മിക്കവർക്കും അങ്ങനെയല്ലേ? ഇരിക്കാൻ മേല, കൈമുട്ട് മടങ്ങുകയില്ല, കാലുമുട്ട് മടങ്ങുകയില്ല. അങ്ങനെയല്ലേ ഇന്നത്തെ മനുഷ്യരെല്ലാവരും? അല്ലേ? വീട്ടിലൊന്നും തറയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവിടെയും കയറി കസേര കയറി നിന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാലും അങ്ങനെയുള്ള ഇരിപ്പിലല്ലേ ആളുകളുടെ പ്രാർത്ഥനയും ഒക്കെ? അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? ദൈവവും ഭാഗം ഒന്ന് മുട്ടുകുത്താൻ കഴിവില്ലാതെ, ഒന്ന് തറയിലിരിക്കാൻ കഴിയില്ലാതെ ശരീരമൊക്കെ തടിച്ചു പോയോ? തടിച്ചെങ്കിൽ ആ തടിയൊക്കെ ചെരുന്ന് കുറയ്ക്കണം, തീറ്റിയൊക്കെ ചെരുന്ന് കുറയ്ക്കണം. കാൽമുട്ടിന് വേദനയാണെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, വേദന മാറും. ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും ഇല്ലേ? അതേന്നെ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മുട്ടിൻ്റെ വേദന മാറും. വേദന മാറാൻ ആഗ്രഹം ഉണ്ടോ? മിക്കവർക്കും ഇല്ലല്ലോ. കാരണം വേദന മാറിയാൽ പിന്നെ തറയിലിരിക്കണ്ടേ. അതുകൊണ്ട് കസേരയിൽ ഇരിക്കാൻ സൗകര്യം, കാലിന് മുട്ടിന് വേദന ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ലോകത്തിലല്ലേ ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സുവിശേഷ വേലക്കാർ ചിലർ എന്തെങ്കിലും ഒരു ഇച്ചിരി കുറവ് വന്നാൽ എന്തോ ഒരു പരാതി പറച്ചിലാണ്. ഏതാണ്ട് ഭയങ്കര ത്യാഗം സഹിച്ചെന്നാണ് പറയുന്നത്. എന്തോന്ന് ത്യാഗമാണെന്നേ! ആരാണ് ഇത്ര ത്യാഗം അനുഭവിക്കുന്നവർ? ഇത് സുഖിക്കാനുള്ള മാർഗമാണോ?
ഞാൻ ചോദിക്കട്ടെ, യേശു സ്വർഗത്തിൽ നിന്ന് ഇവിടെ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടത്തേക്ക് ചേരുന്ന എന്തെങ്കിലും കിട്ടിയോ? വെറും പാവപ്പെട്ട കൂലിക്കാരൻ്റെ വീട്ടിലല്ലേ, കൂലിപ്പണിക്കാരൻ്റെ വീട്ടിലല്ലേ യേശു വന്നത്? രാജകൊട്ടാരത്തിൽ പിറന്നുകൂടായിരുന്നുവോ? പിറക്കാമായിരുന്നല്ലോ. എല്ലാം ത്യജിച്ച് വന്നവൻ്റെ പുറകെ പോകുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക്, പാസ്റ്റേഴ്സിനും വിശ്വാസികൾക്കും എല്ലാം വേണ്ടിയത് സുഖജീവിതമാണ്. യേശു വിളിച്ചില്ല സുഖജീവിതത്തിന് വേണ്ടി. ശ്രദ്ധിക്കണമേ, സുഖജീവിതത്തിന് വേണ്ടി യേശു വിളിച്ചില്ല. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ബാക്കി പറയാമെങ്കിൽ പറയൂ, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആളുകളുടെ ത്യാഗം പറയുന്നതിൽ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു ത്യാഗത്തെക്കുറിച്ചും വിശ്വസിക്കാത്ത ആളാണ് ഞാനും ചെറിയ തോതിലൊക്കെ തുടങ്ങിയ ആളും ജീവിച്ച ആളുമാണ്. പക്ഷെ ഇന്ന് വരെ സുവിശേഷത്തിന് വേണ്ടി ഈ ത്യാഗം സഹിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്ക് ആഗ്രഹമില്ല, എനിക്കിഷ്ടമില്ല. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എനിക്ക് വേണ്ടി സഹിച്ച, ലോകത്തിന് വേണ്ടി സഹിച്ച ത്യാഗം മനോവിഷമത്തോടെ സഹിച്ചതല്ല, ഇഷ്ടക്കേടോടെ സഹിച്ചതല്ല, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ, പാട്ടില്ലേ, ഓർമ്മയുണ്ടോ? മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. ജീവിതം ശരിക്ക് പോണോ? ഇടയ്ക്ക് ചില കുഴപ്പങ്ങൾ വേണം. കുഴപ്പം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുഴപ്പമല്ല, ചില കഷ്ടങ്ങൾ വേണം. ആ കഷ്ടം വരുമ്പോൾ തന്നെത്താൻ പരിശോധിക്കാൻ സമയമെടുക്കും, തന്നെത്താൻ തിരുത്താൻ സമയമെടുക്കും, അനുദപിക്കാൻ സമയമെടുക്കും. ഹൃദയം കഠിനമാക്കിയ കുറെ ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ശുദ്ധ മനസാക്ഷിയോടെ ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ്. ഹൃദയം കഠിനമാക്കിയ കുറേയേറെ ആളുകളുണ്ട്. അവരിതിനി ഒന്നും വകവെക്കില്ല, എന്ത് സംഭവിച്ചാലും വകവെക്കില്ല. അവർക്ക് ലോകം മതി. എന്നാൽ യേശുവിൽ ആഗ്രഹം വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ചെറിയ കാര്യം വന്നാൽ അന്നേരം ദൈവസന്നിധിയിൽ അടുത്തു വരും. ആമേൻ. പൗലോസിന്റെ ജീവിതം നോക്കൂ. വലിയ അപ്പോസ്തലൻ. ആ അപ്പോസ്തലൻ മാത്രമല്ല, അപ്പോസ്തലന്മാരെല്ലാവർക്കും വലിയ വലിയ ആത്മീയ ശുശ്രൂഷ ചെയ്തവരല്ലേ? അവരെല്ലാം ഭയങ്കര സുഖത്തിൽ ജീവിച്ചവരാണോ? അല്ലല്ലോ. ശുശ്രൂഷ അനുസരിച്ച് ഉയർച്ചയും നേട്ടവും ഉണ്ടാകണമെങ്കിൽ അവർക്കല്ലായിരുന്നോ ഉണ്ടാകേണ്ടത്? ഉണ്ടായില്ലല്ലോ. പൗലോസ് തൻ്റെ അനുഭവം 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് വായിച്ചു നോക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? എന്തുമാത്രം കഷ്ടം അദ്ദേഹം ഈ സുവിശേഷ നിമിത്തം അനുഭവിച്ചു. അടി കൊണ്ടില്ലേ, കല്ലേറ് കൊണ്ടില്ലേ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടില്ലേ, കാട്ടിലെ ആപത്തുണ്ടായില്ലേ, കടലിലെ ആപത്തുണ്ടായില്ലേ, കള്ള സഹോദരന്മാർ, കൂട്ടു സഹോദരന്മാർ ഉപദ്രവിച്ചില്ലേ, നാട്ടുകാർ ഉപദ്രവിച്ചില്ലേ, വലിച്ചടച്ചില്ലേ, ജയിലിലടച്ചില്ലേ, അടി കൊണ്ടില്ലേ, ഒന്ന് കുറയ 40 അടി 5 വട്ടം കൊണ്ടുവന്നല്ലേ പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ചിട്ട് പൗലോസ് പറഞ്ഞോ, അയ്യോ സുവിശേഷത്തിനിറങ്ങിയിട്ട് എനിക്കിതാണോ കിട്ടിയത് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹം പറയാണ്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. റോമിൽ ബന്ധിക്കപ്പെട്ടവനായി പോകുന്നു. അവിടെയും പ്രസംഗിക്കണം. വീട് വാടകയ്ക്കെടുത്ത് പ്രസംഗം, കോടതി വിസ്താരത്തിന് വിളിക്കുമ്പം ജഡ്ജിയോട് പ്രസംഗം, എല്ലായിടത്തും പ്രസംഗം. കാരണം ഞാൻ സുവിശേഷത്തിന് കടക്കാരനാണ്. സുഖമായിരിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗമായിട്ടല്ല തിരഞ്ഞെടുത്തത്. ക്രിസ്തീയ സഭ അറിയണം, യേശുവിൻ്റെ പിന്നാലെ പോകാനാണ് വിളി. യേശുവിൻ്റെ പിന്നാലെ പോകാനാണ് വിളി, അല്ലാതെ ഇസ്രയേലിൻ്റെ പിന്നാലെ പോകാനല്ല വിളി. കനാൻ നാട്ടിലെ സുഖത്തിന് പോകാനല്ല പുതിയ നിയമത്തിൻ്റെ വിളി. അത് പഴയ നിയമത്തിൻ്റെ വിളിയാണ്. പുതിയ നിയമത്തിലെ സുഖത്തിൻ്റെ വിളിയല്ല. യേശുവിൻ്റെ പിന്നാലെ പോയി അതിനപ്പുറത്തൊരു ലോകമുണ്ട്, അങ്ങ് ദൂരെ കാണുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം സുഖത്തിൻ്റെ ലോകമാണ്. ആ സുഖം അനുഭവിക്കാൻ കഷ്ടം അനുഭവിച്ചാൽ ആ സുഖം അനുഭവിക്കും.
ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ കുറിച്ചുള്ള പരിതാപം നിർത്തി, കുറ്റം പറച്ചിൽ നിർത്തി, പരാതി പറച്ചിൽ നിർത്തി, ഇതിനെല്ലാം കൂടെ സ്തോത്രം ചെയ്യാൻ കൃപയുണ്ടായാൽ ഉയർത്തേണ്ടവൻ തക്ക സമയത്ത് ഉയർത്തും. അതിന് ദൈവത്തിൻ്റെ, ബാക്കി പറഞ്ഞോളൂ, ബലമുള്ള കൈക്കീഴ് താണിരിക്കണം. അടുത്ത കൂട്ടർക്ക് വന്ന പ്രശ്നം പെർഗമോസിലെ സഭയാണ്. അതിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 14 മുതലുള്ള വാക്യങ്ങളിലാണ്. അവർക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില പ്രവാചകരെ ആശ്രയിക്കുന്ന ആളുകളാണ്. പ്രവാചകർ കുഴപ്പക്കാരല്ല, പ്രവാചകർ ദൈവസഭയ്ക്ക് വേണം. നിർബന്ധമായിട്ടും ദൈവസഭയ്ക്ക് പ്രവാചകർ വേണം. ഞാൻ പ്രവചന ശുശ്രൂഷ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ. എൻ്റെ പൊതു ശുശ്രൂഷകൾ പലയിടങ്ങളിലും പ്രവാചകരെ കൂടെ കൊണ്ടുപോകുന്ന ആൾ. തനിയെ ശുശ്രൂഷ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ദൈവം തൻ്റെ സഭയ്ക്ക് വിവിധങ്ങളായ ശുശ്രൂഷകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് അപ്പോസ്തലന്മാർ വേണം, ഇതിനകത്ത് പ്രവാചകന്മാർ വേണം, ഇതിന് സുവിശേഷകന്മാർ വേണം, ഇതിനകത്ത് പാസ്റ്റർമാർ വേണം, ഇതിനകത്ത് അധ്യാപകർ വേണം. വിവിധങ്ങളായ ശുശ്രൂഷകൾ, എല്ലാവരുടെയും കൂടെ ശുശ്രൂഷ ഏത് സഭയ്ക്കും വേണം. ചില സഭയിലെ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ഞാൻ വലിയ മിടുക്കനാണ്, വേറെ ആരും ഇവിടെ വരേണ്ട കാര്യമില്ല, ഞാൻ കൂടിയ പ്രസംഗി, എന്നെ കൊണ്ടങ്ങ് നടത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ പുസ്തകം അറിയാൻ മേലാത്തതിൻ്റെ ദോഷമാണത്. അങ്ങനെ ശുശ്രൂഷ മൊത്തം തികഞ്ഞ ഒരാളും ലോകത്തിൽ ഇല്ല. ദൈവസഭയ്ക്ക് വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സഭയിൽ ഇടയ്ക്കിടയ്ക്ക് വേറെ യോഗം വെക്കണം, ശുശ്രൂഷകളുള്ളവരെ കൊണ്ടുവരണം, എല്ലാ സഭകളിലും ചെയ്യണം. അല്ലാതെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞാൽ ചില സഭക്കാരുണ്ട്, വേറെ ആരെ ഇവിടെ വിളിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ പാസ്റ്റർ ഒരാളുണ്ട്, അദ്ദേഹം മാത്രം അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ കുറേ സഭക്കാരുണ്ട്. കാരണം പലരെയും വിളിച്ചാൽ പൈസ കൊടുക്കണം, പൈസ കൊടുക്കാൻ മനസ്സില്ലാത്ത കുറേ ആളുകൾ, അങ്ങനെ കുറേ വിശ്വാസമുണ്ട്. അല്ലെന്ന് ഈ പൈസ എന്തോന്നിനാണെന്നേ, എന്തിനാ ഈ പൈസ? ഉപയോഗിക്കാനല്ലാതെ പൈസ എന്തോന്നിനാണ്? ഇത് എവിടെയെങ്കിലും കൂട്ടി വെച്ച ഇതുകൊണ്ട് എന്നാ ഗുണം? ഇതുകൊണ്ട് ബാങ്കിലിട്ടാൽ എന്താണ് ഇതിൻ്റെ ഗുണം? ഒരു ദിവസം ചത്തുപോവില്ലേ? ചത്തുപോകുമ്പോൾ ഈ പൈസ എടുക്കാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപയോഗിക്കണം പൈസ. ആമേൻ. രക്ഷപ്പെടുന്നില്ലല്ലേ? പൈസ ഉപയോഗിക്കണം. പൈസയ്ക്ക് ഒരു കാര്യത്തിനപ്പുറം മൂല്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പൈസ ഉപയോഗിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് സഭയുടെ പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടേക്കാനുള്ളതല്ല. എന്നാൽ സഭാജനം നിങ്ങളുടെ ഈ ദശാംശം തന്ന് ബാങ്കിൽ കൊട്ടിട്ടേക്കെന്ന് പറഞ്ഞാണോ തന്നത്? എന്താ നിങ്ങൾ ധരിക്കുന്നത്? ചില സഭാ കമ്മിറ്റിക്കാർ എല്ലാം ഡിപ്പോസിറ്റ് ബാങ്ക് 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 ബാങ്ക്. എന്തോന്ന് ബാങ്കെന്നേ? ജനം ദശാംശം തന്നതും സ്തോത്രകാഴ്ച തന്നതും ഉപയോഗിക്കാനാണ്, ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. ബാങ്കിലിട്ടേക്കാൻ പൈസ തന്നില്ല എന്ന് എല്ലാ സഭാ കമ്മിറ്റിക്കാരും അറിയണം, എല്ലാ പാസ്റ്റർമാരും അറിയണം. പൈസ ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. ആണ്ടോടാണ്ട് ആ പൈസ ഉപയോഗിച്ചിരിക്കണം. അല്ലാതെ നീക്കി ബാക്കി ഉണ്ടാക്കി അവിടെ വെച്ചേക്കാൻ അല്ല. സഭ പണിയാൻ സ്വല്പം, സഭ കെട്ടിടം പണിയാൻ സ്വല്പം പൈസ ആണെങ്കിൽ വേറെ ചിലവഴിക്കണ്ട, അതിനുവേണ്ടി ഉപയോഗിച്ചോളൂ. വസ്തു വാങ്ങിക്കാൻ സ്വല്പം പൈസ ശേഖരിച്ചെങ്കിൽ വാങ്ങിക്കുന്നവരെ വെച്ചോളൂ. ബാക്കി പണം മൊത്തം അതാത് ആണ്ടിൽ ഉപയോഗിക്കണം. യോഗത്തിന് വിളിച്ചാൽ യോഗത്തിന് വിളിക്കുന്നവർക്ക് മാന്യമായ വണ്ടിക്കൂലി കൊടുക്കണം. യോഗത്തിന് വന്ന് പ്രസംഗിക്കുന്നതൊന്നും ഫ്രീ അല്ല. അങ്ങനെ ഫ്രീ ആയിട്ട് പ്രസംഗിക്കാൻ വേദപുസ്തകം പഠിപ്പിച്ചിട്ടില്ല. സുവിശേഷ വേലയ്ക്ക് വേദപുസ്തകം ശരിക്കും മനസ്സിലാക്കണം. ദൈവം ഈ പ്രമാണങ്ങളെല്ലാം വെച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവം വലിയ ജ്ഞാനിയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിനനുസരിച്ചാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ വേദപുസ്തകത്തിൽ ചെയ്തിരിക്കുന്ന അറിയണം. നിങ്ങളാരും പുതിയ സംവിധാനം ഉണ്ടാക്കണ്ട, ഞാനും പുതിയ സംവിധാനം ഉണ്ടാക്കണ്ട. ഇതെല്ലാം ദൈവം തൻ്റെ പുസ്തകത്തിൽ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനം നടപ്പാക്കുകയാണ് സഭാ നേതാക്കന്മാർ ചെയ്യേണ്ടത്, സഭാ ശുശ്രൂഷകന്മാർ ചെയ്യേണ്ടത്, സഭാ കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത്. ഒരു പുതിയ സംവിധാനത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യമില്ല. ദൈവവേലയ്ക്ക് വേണ്ടി പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന വരുന്ന കുറേ മനുഷ്യരുണ്ട്. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പൈസ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനല്ല, ദൈവത്തിൻ്റെ ക്രമം അനുസരിച്ച് പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കാനും കൂടെയാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്.
ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കാനും കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്ത് ഒരാളിനോട് പറയുകയായിരുന്നു, ഒരു സഭാ കമ്മിറ്റി കൂടിയതിനെക്കുറിച്ച് ഒരു പാസ്റ്ററിനോട് പറയുകയായിരുന്നു. ഒരു പാസ്റ്ററുടെ മോനും ആ സഭാ കമ്മിറ്റിയിലുണ്ട്. ആ സഭയിലെ പാസ്റ്ററുടെ മോനല്ല, വേറൊരു സഭയിലെ പാസ്റ്ററുടെ മോൻ. അപ്പോൾ ആ സഭാ കമ്മിറ്റി കൂടിയപ്പോൾ സഭയുടെ ഒരു പാസ്റ്റർക്ക് ചില ശമ്പള വർധന കൊടുക്കണം എന്നൊരു ചർച്ച വന്നു. അപ്പം അതിൽ ചില മൂപ്പന്മാർ പറഞ്ഞത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തും. പട്ടിയെ വളർത്തിയാൽ അതിന് 3 നേരം വയർ നിറച്ച് തീറ്റി കൊടുക്കരുത്. ഒരു നേരമേ തീറ്റി കൊടുക്കാവൂ. അത് വയറ് നിറച്ച് കൊടുക്കരുത്, അല്ലെങ്കിൽ ഇത് കിടന്ന് ഉറങ്ങിക്കളെ. പാസ്റ്റർക്ക് ശമ്പള വർധനവിനെ കുറിച്ച് സഭാ കമ്മിറ്റി പറഞ്ഞാണെന്ന്. ഇപ്പൊ പട്ടിയെപ്പോലാണെന്ന് പാസ്റ്റർമാര്. തീറ്റി ശരി കൊടുക്കരുതെന്ന്, പട്ടിണി കീടണമെന്ന്. ബാക്കി ഞാൻ പറയണോ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. നിനക്ക് തിന്നാൻ തന്നപ്പോൾ അതിൻ്റെ നികളവും അഹങ്കാരവും ദൈവത്തിൻ്റെ വേലയോട് കാണിക്കുന്ന പുച്ഛവും നീ കണക്ക് പറയും. ദൈവത്തിൻ്റെ വേലക്കാരാരുടെയും ദാസന്മാരും പട്ടികളുമല്ല. ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവസഭയെ നയിക്കാൻ ദൈവം നിയമിച്ചവരാണ്. ദൈവസഭയുടെ നായകന്മാരാണ് അവർ. നിങ്ങളുടെ ദാസന്മാർ സേവകരുമല്ല എന്ന് ദൈവജനം തിരിച്ചറിയണം. ചിലയായിരിക്കുന്നത് ഞങ്ങൾ ശമ്പളം തരുന്നു, ഞങ്ങൾ പറയുന്ന പോലെ മര്യാദയ്ക്ക് ജീവിച്ചോണം. നിങ്ങൾ ശമ്പളം തന്നിട്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. ദൈവത്തിൻ്റെ വേലയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ദശാംശം നിങ്ങൾ ദൈവത്തിനാണ് കൊടുക്കുന്നതെന്നറിയോ? ഒത്തിരി പേര് ദശാംശം കൊടുക്കുന്നില്ല, വല്ലതൊക്കെ കൊടുക്കുന്നുള്ളൂ. ദശാംശം ദൈവത്തിൻ്റെ വകയാണെന്ന് വേദപുസ്തകം പറയുന്നു. അത് എടുക്കുന്നവൻ ദൈവത്തെ മോഷ്ടിക്കുകയാണ്, ദൈവത്തിൻ്റെ വക മോഷ്ടിക്കുകയാണ്. ദൈവത്തിന് കൊടുത്തത് പിന്നെ നിങ്ങൾ കൊടുത്തു തിന്നുന്നു എന്ന് പറഞ്ഞാൽ അതിനെനിക്കൊരു മറുപടിയുണ്ട്. ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുത്തേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ടാക്സ് കൊടുക്കും. ഞാൻ തീപ്പെട്ടി വാങ്ങിച്ചാൽ അതിനും ടാക്സ് ഉണ്ട്. പെട്രോൾ അടിക്കുന്നില്ലേ, ഡീസൽ അടിക്കുന്നില്ലേ, അതിന് വലിയ തുക ടാക്സ് കൊടുത്താണ് ഈ പെട്രോൾ വാങ്ങിക്കുന്നത്. അതിന് പ്രത്യേകം ടാക്സ് അല്ല, അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അതെല്ലാം. ഇന്നിപ്പോൾ GST എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ഭയങ്കര തുകയല്ലേ വാങ്ങിക്കുന്നത്. 18% ഒക്കെയാണ് GST. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യേ, നിങ്ങൾ താമസിക്കുന്ന ഭൂമി നിങ്ങളുടെ സ്വന്തം അല്ലല്ലോ, ഭൂമി എൻ്റെയാണ്. ഞാനുണ്ടാക്കിയതാണ് ഭൂമി. ഇതിനകത്ത് വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനാണ്. ഇതിനകത്ത് പ്രാണവായു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനാണ്. ഇതിനകത്ത് മഴ കൊണ്ടുവരുന്നത് ഞാനാണ്, വെയിൽ കൊണ്ടുവരുന്നത് ഞാനാണ്. ഇതൊന്നും നിനക്കോ നിന്റെ പൂർവ്വപിതാക്കന്മാർക്കോ സർക്കാരിനോ കൊണ്ടുവരാൻ പറ്റില്ല. ശരീരത്തിന് ആരോഗ്യം തന്നിരിക്കുന്ന ദൈവമല്ലേ. ഇതിനകത്ത് തലച്ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവമല്ലേ. അപ്പനും അമ്മയും ഉണ്ടാക്കി വെച്ച തലച്ചോറല്ലല്ലോ ഇതിനകത്തിരിക്കുന്നത്. പഠിക്കാൻ മിടുക്ക് കിട്ടിയെങ്കിൽ ദൈവം തന്ന മിടുക്കല്ലേ, അല്ലേ? ആരോഗ്യമുണ്ടെങ്കിൽ ദൈവം തന്ന ആരോഗ്യമല്ലേ. അല്ലാതെ നിങ്ങൾ തിന്നത് കൊണ്ടുണ്ടായ ആരോഗ്യമാണെന്ന് പറയാൻ പറ്റുമോ? തിന്നത് കൊണ്ട് ആരോഗ്യം ഉണ്ടാവണം നിർബന്ധമില്ല. അത്യാവശ്യത്തിന് തിന്നണം, നല്ല പോലെ തിന്നണം. എന്നാലും അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമല്ലോ ഇല്ലോ? എല്ലാം ദൈവത്തിൻ്റെ വകയല്ലേ. അപ്പം ദൈവത്തിന് അതിന് ടാക്സ് കൊടുക്കണ്ടേ? ടാക്സ് കൊടുക്കണ്ടേ? ദൈവത്തിന് കൊടുക്കുന്ന ടാക്സാണ്. കൃഷി ചെയ്താൽ എല്ലാം ദൈവം ഉണ്ടാക്കി തന്നാണ്. 9 നീ അങ്ങ് എടുത്തോ, 1 എൻ്റേതാണെന്ന് മച്ചി കൊണ്ടുവന്നേക്കണം. ശമ്പളം കിട്ടിയാലും ജോലിക്ക് പോകാൻ ആരോഗ്യം തന്ന ദൈവമല്ലേ. ഞാൻ കിളയക്കാരനാവട്ടെ, ആരോഗ്യം തന്ന ദൈവമല്ലേ. ആരോഗ്യം തന്നില്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം ജോലിക്ക് പോകുമോ? ഇല്ലല്ലോ. പലപ്പോഴും 2 ദിവസം പോയി വെച്ച് ബാക്കി 2 ദിവസം ആശുപത്രിയിലും കിടന്നു വെച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ പോയാൽ വല്ലതും ഉണ്ടാവുമോ? ആരോഗ്യത്തോടെ സൂക്ഷിച്ച ദൈവമല്ലേ ശമ്പളം തന്നത്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചാൽ അതിൻ്റെ ഈ ആരോഗ്യം തന്ന ദൈവത്തിന് ടാക്സ് കൊടുക്കണ്ടേ? അതാണ് അതിൻ്റെ 10%. 10% ടാക്സാണ്. ആ ദൈവത്തിന് കൊടുക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വേല നടത്താനാണ്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഫ്രീ ആയിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവം പഠിപ്പിച്ചത്. ഒരു ശുശ്രൂഷയും ഫ്രീ അല്ല. അതാണ് പഴയ നിയമത്തിൽ പഠിപ്പിച്ചത്. അതാണ് പുതിയ നിയമത്തിലും പഠിപ്പിക്കുന്നത്. അതുപോലെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ
ആർ? ആടിനെ തീറ്റി അതിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ? കൃഷി ചെയ്തിട്ട് അതിന് അനുഭവം എടുക്കാതിരിക്കുന്നവൻ ആർ? അപ്പൊ ഇത് തൊഴിലായി സ്വീകരിച്ച് ഞങ്ങൾക്ക് വേറെ തൊഴിലിന് പോകാൻ പറ്റില്ലായിരുന്നു എന്നോ? നിശ്ചയമായിട്ടും പോകാമായിരുന്നു. പക്ഷെ ഞങ്ങളെ വിളിച്ച വില ഇതാണ്. അതുകൊണ്ട് വേറെ തൊഴിൽ പൊയ്ക്കൂടാ. ഇതിനാക്കിയിരിക്കുമ്പോ അതിന് ദൈവം വെച്ച ക്രമമാണിത്. അല്ല, നിങ്ങൾ ടാക്സ് കൊടുത്തല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത്? നിങ്ങളുടെ ടാക്സിൽ നിന്നെടുത്തല്ലേ മുഖ്യമന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത്? ഇവിടുത്തെ സകല മെഡിക്കൽ ഡോക്ടേഴ്സിനും ശമ്പളം കൊടുക്കുന്നത്? ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ അധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നത്? ഇവിടുത്തെ പോലീസ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ ടാക്സ് എടുത്തല്ലേ? അല്ല, വേറെ എവിടുന്ന പൈസ കൊണ്ടുവന്ന ടാക്സ് എടുത്താണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരനോട് പറഞ്ഞ, ഓഫീസറോട് പറഞ്ഞ, സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞ, ഞങ്ങൾ തന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറയാവോ? ശുശ്രൂഷന്മാരുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ തന്ന തിന്നുന്നതാണ് നീയൊക്കെ വിരലി ഊണ്ടി. അല്പം ദൈവഭയം വേണം കേട്ടോ. അല്പം ദൈവഭയം വേണം. ദൈവത്തെ ഭയക്കണം. അഹങ്കരിക്കരുത്. വർത്താനം പറയാൻ അറിയാമെന്ന് വിചാരിച്ച് എന്തും പറയാമെന്ന് ധരിക്കരുത്. നീ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ജനമറിയണം. അതുകൊണ്ട് ശുശ്രൂഷകൾ വേണം, സഭയിൽ പ്രവാചകർ വേണം. എന്നാലും പ്രവചിക്കുന്ന പ്രവചനമെല്ലാം ശരിയാണോ നേരെയുള്ളതാണോ എന്ന് പരിശോധിക്കണം. ബിലെയാമെന്നൊരു പ്രവാചകൻ വന്നു. കാശ് വേണമായിരുന്നു പുള്ളിക്കാരന്. നല്ല പ്രവചനമൊക്കെയാണ്, പ്രവചനത്തിന് കുഴപ്പമില്ല. പക്ഷെ പോകുമ്പോൾ ഒരു പണിയും വെച്ച് ഒരു പാരയും വെച്ച് പോകും. അങ്ങനത്തെ ഒരു പ്രവാചകനായിരുന്നു ഈ ബിലെയാം. അദ്ദേഹം വെച്ച പണി എന്ന് പറയുന്നത്, പോയടത്ത് പ്രവചിച്ചപ്പോൾ, കൃത്യം പ്രവചനം പ്രവചിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഒരു പൈസയും തരില്ല, പൊയ്ക്കോ, നിന്നെ ഞാൻ നല്ല പോലെ കാശ് തരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നാണ്. നീ ഞാൻ പറഞ്ഞ പോലെ പ്രവചിച്ചില്ല, അതുകൊണ്ട് പൊയ്ക്കോ, ഒരു വകയും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ വല്ലാതെ വിഷമത്തിലായി ആള്. അയാളിയാരിച്ച് ഇത്രയും കാലം രാജാവിന് വേണ്ടി പ്രവചിക്കാൻ വന്നിട്ട് ഒരു വകയും കിട്ടാതെ പോകുക എന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടം. അതുകൊണ്ട് പറഞ്ഞു കൊടുത്ത്, രാജാവെ ഒരു പണി ഞാൻ പറഞ്ഞുതരാം. ഞാനിവരെ ശപിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ദൈവം ഇവരെ ശപിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ നേരെ ചൊവ്വേ കല്യാണം കഴിക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ കെട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ ഇവരെ ദൈവം തല്ലിക്കോളും എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ലായിരിക്കും അല്ലേ? വിശ്വാസിയെ കെട്ടാതെ അവിശ്വാസിയെ കെട്ടാനുള്ള പണി ഒപ്പിച്ചു കൊടുത്താൽ ദൈവം ഒരു ഉപദ്രവിച്ചോളും. ഇല്ലേ ഇങ്ങനെ അങ്ങനെ ഒത്തിരി കല്യാണം വീടുകളിലേ? ദൈവഭാസ്തിയുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടതിന് പകരം മനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കേണ്ടവരെ കല്യാണം കഴിക്കേണ്ടതിന് പകരം ഫേസ്ബുക്കിലും കയറി, അവിടെയും കയറി, ഇവിടെയും കയറി, ദൈവം ഇല്ല ദേവനും ഇല്ലാത്ത അന്യജാതിക്കാരെ കല്യാണം കഴിക്കാൻ പോകുന്ന എത്ര വ്യക്തികൾ. തകരാറുമല്ല, അറിയാമോ? വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിൻ്റെ പ്രമാണം കേട്ടിട്ടുണ്ടോ? സഭയിൽ ഉപദേശം പ്രസംഗിക്കുക. സഭയിൽ കൃത്യമായി വേദപുസ്തക ഉപദേശം പ്രസംഗിക്കണം. ഞങ്ങൾ ഉപദേശം ചെയ്യേണ്ട പണിയാണ്. എല്ലാവരും ഇത് ചെയ്യുന്നില്ല. ഉപദേശം പ്രസംഗിച്ചിട്ട് പാടാണ്. തന്നെ എല്ലാവരും ഒത്തിരി പണി ചെയ്യണം. കുറേ കഥയൊക്കെ എടുത്ത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഉപദേശം പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ സഭയ്ക്ക് അത്യാവശ്യം കഥകളല്ല, ഉപദേശമാണ്. ഉപദേശം അറിയില്ലെങ്കിൽ ജനം വഴിതെറ്റിപ്പോവും. ഉപദേശം എങ്ങനെയോ അങ്ങനെ ജീവിതം പോവും. അങ്ങനെ ഉപദേശപ്രകാരം ജീവിച്ചാൽ ദൈവപ്രസാദം കിട്ടും. ഉപദേശമില്ലാതെ ചുമ്മാ ഇളക്കപ്പെരുക്കം വന്നാൽ ജീവിതത്തിൽ ദൈവാംഗീകാരം ഉണ്ടാവില്ല. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. കണ്ടില്ലേ, ഇന്നത്തെ ലോകം, ഞാൻ തളിച്ചങ്ങ് പറയുകയാണ്, നമ്മുടെ കൂട്ടരും ഈ ന്യൂ ജനറേഷൻ്റെ പുറകെ പോകുന്നൊരു കാലം വന്നിരിക്കുകയാണ്. അവരുടെ ഇളക്കം, അവരുടെ ബഹളം, അവരുടെ പാട്ട്, അത് കുരുത്തിട്ടുള്ള പാട്ട്, ഇങ്ങനെയൊക്കെ കുറേ കാര്യത്തിൻ്റെ പുറകെ നമ്മുടെ ആളുകൾ പോയിരിക്കുകയാണ്. ഇതെന്താണെന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ആളുകൾക്ക് ഇല്ലാതെ പോയി. ഇളക്കപ്പെരുക്കത്തിന് ദൈവം വരില്ല. ദൈവം കേവലം വികാരം ഇളക്കുന്ന ആളല്ല. ദൈവഭക്തി വികാരത്തിൻ്റെ പുറത്തുണ്ടാകുന്നതല്ല,
ദൈവഭക്തി ഈ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. സ്തുതിക്കണമെങ്കിൽ ഇതിനകത്തുനിന്ന് സ്തുതിക്കണം. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഞാനങ്ങോട്ട് എഴുന്നേറ്റ് കൈപൊക്കീൻ പറയീൻ, സ്തോത്രം പറയീൻ, ഹല്ലേലൂയ പറയീൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. സ്തുതി വരണമെങ്കിൽ അന്തരംഗത്തിൽ നിന്ന് വരണം. ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞു രണ്ട് ഹല്ലേലൂയ പറഞ്ഞാൽ എന്ത് ഗുണം? ആർക്ക് സ്തുതി കിട്ടുന്നു? ആർക്ക് ബഹുമാനം കിട്ടുന്നു? അതുകൊണ്ട് അന്തരംഗത്തിൽ ജീവനുള്ളവൻ ദൈവത്തിൻ്റെ ആത്മാവ് സന്ദർശിച്ചാൽ അവർ സ്തുതിക്കും, അവർ പാടും, അവർ ആരാധിക്കും. അതിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ വണ്ണം ആത്മവ്യാപാരം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ പെന്തിക്കോസ്ത് ജനം ഇളക്കപ്പെരുക്കം നിർത്തണം. ഞാൻ പറയണേ, ഇളക്കപ്പെരുക്കം നിർത്തി ആത്മാവിനെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്ന ആത്മജീവിതം ആരംഭിക്കണം. തനിയെ ഇരിക്കുമ്പോൾ അന്യഭാഷ പൊങ്ങി വരണം. ജീസസ്. അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ ആത്മാവിൽ സംസാരിക്കണം. പുരുഷന്മാരും സ്ത്രീകളും വണ്ടി ഓടിക്കുമ്പോൾ ആത്മാവിൽ സംസാരിക്കണം. ചില ഹതിനികടകെ രാത്രി ഉണർന്നൊന്നും ഒന്ന് തിരിഞ്ഞു മറിയുമ്പോൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. അല്ലാതെ രണ്ട് പാട്ടുപാടി അവസാനം രണ്ട് കൊട്ടും കൊട്ടി പറയുന്ന അന്യഭാഷയല്ല വേണ്ടിയത്. ആത്മജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിയും സ്തോത്രവും വിശുദ്ധ ജീവിതത്തിന്റെ ഭാഗമാണ്, സത്യ ഉപദേശത്തിന്റെ ഭാഗമാണ്. ഉപദേശം തെറ്റിക്കരുത്. പൊതുവെ നാളുകൾക്ക് ഉപദേശം അറിയില്ല. അതുകൊണ്ട് തന്നെ മലയാളം ഡിസ്ട്രിക്റ്റ് നമ്മുടെ ഉപദേശ സംഹിതകൾ ജനറൽ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു കൃത്യമായി എഴുതി തയ്യാറാക്കി. നേരത്തെ എഴുതി തയ്യാറാക്കിയതാണ്, എന്നാൽ അത് ചെറുതായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഭാഷയിൽ എഴുതി തയ്യാറാക്കി ഒരു ബോർഡായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് സഭയിലെല്ലാം പ്രദർശിപ്പിക്കാൻ. ഞാൻ ജനറൽ കൺവെൻഷനിൽ പറഞ്ഞു, ഒറ്റ ഉപദേശിയാണ് ആ ബോർഡിന് ആവശ്യപ്പെട്ടു വന്നത്. 1000 സഭകളിലുള്ളതിൽ ഒരു ഉപദേശി, അത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആണോന്ന് എനിക്കറിയത്തില്ല, എവിടെ ഒരാൾ. എല്ലാ സഭകളിലും വേണ്ടതാണ് ഉപദേശം. നിങ്ങൾ നിങ്ങളുടെ മക്കളും എന്താണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് അറിയണ്ടേ? പട്ടത്വ സഭകൾക്ക് എല്ലാ ആഴ്ചയിലും അവരെ ആരാധനകളിലും അവരുടെ വിശ്വാസ പ്രമാണം ചൊല്ലും. അവർക്കറിയാം അവരുടെ വിശ്വാസ പ്രമാണം എന്താന്ന്. നമ്മുടെ പിള്ളേർക്കറിയോ? നമുക്കറിയാവോ? എവിടെ അറിയാം? പള്ളി വാങ്ങിക്കണം. എല്ലാ സഭകളും വാങ്ങിക്കണം. നിങ്ങളുടെ പള്ളി തൂക്കണം. ഇത് വായിക്കണം ജനം മുഴുവൻ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നറിയണം. അതിനനുസരിച്ച് വേണം ജീവിതം ക്രമീകരിക്കാൻ. ആമേ. ജീവിതമില്ലയോ? ഒന്നുമില്ല. എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം കൂടെ പറയാം. 5ാമത്തെ സഭയിൽ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ വരുന്നത് പോലെ വന്നും വെച്ചൊന്ന് നാടി പിടിച്ചു നോക്കി. ഡോക്ടറേക്ക് ചെന്നാൽ ഉടനെ അങ്ങനെ സംവിധാനം ഇല്ലേ? നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കയ്യേലൊന്ന് പിടിക്കുകയല്ലേ? ഇല്ല, അങ്ങനല്ലേ? ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ ചെന്നാൽ അങ്ങനല്ലേ? അവർ ഈ കയ്യേലൊന്ന് പിടിക്കുകയല്ലേ? എന്തിനാണ് ഈ കയ്യെ പിടിക്കുന്നത്? നിങ്ങൾക്ക് എത്രയും ജീവനുണ്ടെന്നറിയാൻ. നാടിയെടുപ്പ് നോക്കിയല്ലേ ജീവൻ അറിയുന്നത്. അപ്പം ഡോക്ടർ അളന്ന് നോക്കുകയാണ് എത്രയും ജീവനുണ്ടെന്ന്. യേശു അളന്ന് നോക്കിയിട്ട് പറയുകയാണ്, ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷേ ആരോഗ്യമില്ല. മിക്ക അവയവങ്ങൾക്കും ജീവനില്ല, ഏറെക്കുറെ ചത്തതാണ്. ആമേൻ. ഇന്നത്തെ ഭാഷയ്ക്ക് വേഗം പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ദൈവസഭയെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ദൈവശക്തി പ്രകടമാക്കാനാണ്, പാപികളെ രക്ഷിക്കാനാണ്, രോഗികളെ സൗഖ്യമാക്കാനാണ്, ഭൂതങ്ങളെ പുറത്താക്കാനാണ്. സംശയം ഉണ്ടെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കണം. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യം വായിച്ചാൽ, ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ യേശു പറഞ്ഞതാണ്, നിങ്ങൾ പോയി സ്വർഗരാജ്യം പ്രസംഗിക്കുവിൻ, രോഗികളെ സൗഖ്യമാകുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ. കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. ഇതെല്ലാം കർത്താവ് പറഞ്ഞതാണ്. ഇന്നത്തെ സഭയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. രോഗികളായിരിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നവരാണ് നമ്മൾ. പ്രാർത്ഥിക്കാൻ പറയും, പക്ഷെ വിശ്വസിച്ചോണ്ടാണോ ഈ പ്രാർത്ഥിക്കാൻ പറയുന്നത്? ഇന്ന് പനിയാണ്, ഞാൻ യോഗത്തിന് വരുന്നില്ല. വെൽ, ഓഫ് കോഴ്സ് ഈ പകർച്ചവ്യാധി ഉള്ള സമയത്ത് പനിക്കാർ വരണ്ട, ശരി. എന്നാലും നമ്മുടെ സംവിധാനം അനുസരിച്ച് ഈ സോഖം ഉണ്ടെങ്കിൽ യോഗത്തിന് പോവണ്ട എന്ന സംവിധാനമല്ലേ?
അല്ലാതെ യോഗത്തിന് എന്ന് ഞാൻ സുഖം പ്രാപിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ ആര് വരും? പോയാൽ അവിടെ സുഖം ഉണ്ടാകുമെന്നൊരു ഉറപ്പുണ്ടോ? ഇല്ല. ചടങ്ങാരാധനയിൽ ഇല്ലത്. ചടങ്ങാരാധനയിൽ രോഗശാന്തി ഇല്ല. ചടങ്ങാരാധന നടത്താനല്ല പെന്തിക്കോസ്ത് സഭ. ആ ചടങ്ങാരാധന വിട്ടിട്ടല്ലേ നിങ്ങൾ പലരും ഇതിനകത്ത് വന്നത്? ഇതിനകത്തും ചടങ്ങായി, ജീവനില്ലാതെ, ജനത്തിന് ശക്തി കൊടുക്കാനില്ലാതെ, ഭൂതത്തെ പുറത്താക്കാൻ കഴിവില്ലാതെ, പിശാച് ചെയ്ത ഉപദ്രവങ്ങളുമായി ജനം വന്നിരിക്കുകയാണ്. അതിൻ്റെ ദണ്ഡനവുമായി വന്നിരിക്കുകയാണ്. അതിൻ്റെ തകർച്ചകളുമായി വന്നിരിക്കുകയാണ്. അതിനെ പുറത്താക്കാൻ കഴിവില്ലാതെ കുറച്ച് മനുഷ്യർ കൂടി വന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ല സത്യദൈവസഭ. അവർ കൂടി വന്നാൽ പിശാചിൻ്റെ പ്രവൃത്തി ഏത് വീട്ടിലുണ്ട്? പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചിലർ കൊണ്ടുവരുന്ന രോഗമായിരിക്കാവുന്നേ. പിശാച് കൊണ്ടുവരുന്ന രോഗമുണ്ട്, അറിയില്ലായിരിക്കാം അല്ലേ? കൊണ്ടുവരുന്ന രോഗമുണ്ട്. ഇവൻ കൊല്ലാൻ രോഗം കൊണ്ടുവന്നത് ഞങ്ങൾക്കറിയാം. കൊല്ലാൻ മരണ വക്രത്തിലെത്തി നിർത്തവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെ അഴിക്കാനാണ് ദൈവസഭ. പിശാച് കൊണ്ടുവന്ന രോഗത്തെ അഴിക്കാൻ. നല്ലൊരു പങ്കാളുകൾ രോഗികളായി ജീവിക്കുന്നിടത്ത് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് രോഗശാന്തി ഉണ്ടെന്ന്? പറ്റുമോ? അതിനുവേണ്ടി വരുമോ? അതിനുവേണ്ടി വിശ്വസിക്കാൻ തയ്യാറാകുമോ? കഴിഞ്ഞിടയ്ക്ക് പെൺകുട്ടികളുടെ ഒരു യോഗം നടന്നു. കൊണ്ടുവന്നൊരു ലീഡർ, അവർ സർജറി എല്ലാം കഴിഞ്ഞ് അങ്ങനെ നൃത്തം ചെയ്തുകൂടാ, സൂക്ഷിച്ച് എല്ലാം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാലം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ആത്മശക്തി ഇറങ്ങി വന്നു. ഇവർ അറിയാൻ മേലത് നൃത്തം ചെയ്തു. അപ്പൊ നോക്കിയപ്പോൾ ഒരു കാലിനൊരു കേടുമില്ല. ആ ആരാധനയിൽ കേടെല്ലാം പോയിരിക്കുന്നു. തിരിച്ച് മുറി ചെന്നപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, അയ്യോ എൻ്റെ സർജറി കഴിഞ്ഞതാന്ന്. അതെന്നേ, നട്ടലിന് കേടുണ്ടെങ്കിൽ സൗഖ്യമാക്കാൻ ദൈവശക്തി കഴിയില്ലേ? സൗഖ്യമായവരുണ്ടോ? ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുമോ? വിടുതലുണ്ടാവും, ഇന്നും ഉണ്ടാവും. ഉണക്ക ആരാധനയല്ല വേണ്ടിയത്, കേവലം കൂട്ടമല്ല വേണ്ടിയത്, കേവല ഉത്സവമല്ല വേണ്ടിയത്. വന്നാൽ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ജീവൻ പകരാനും തയ്യാറാകണം. രോഗശാന്തി വിശ്വസിക്കുന്ന ശുശ്രൂഷകർ വേണം. ശുശ്രൂഷ നടത്തി കൊടുക്കണം. വിശ്വസിച്ച് ജനം വരണം. ദൈവത്തെ ആരാധിക്കാൻ സമയമെടുക്കണം. ഇവിടെ വിടുതൽ കണ്ടെത്തണം. അല്ലാതെ പിശാചിന് ഇടിയും വാങ്ങിച്ചിട്ട് പിശാചിനെ പേടിച്ച് ജീവിക്കുന്ന കാലം നിർത്താൻ പെന്തിക്കോസ്തുകാർ ഇനി തയ്യാറാകണം. ഇതിന്റെ ദണ്ഡനം ദൈവസഭയിൽ അവസാനിപ്പിക്കണം. ഇതിന്റെ ആധിപത്യം ദൈവസഭയിൽ അവസാനിപ്പിക്കണം. ഇത് കുറെ കാലം കൊണ്ട് നൃത്തം ചവിട്ടുന്നു. തന്നിഷ്ടം നടത്താൻ ഇതിനകത്ത് ആളെ കണ്ടെത്തിയിരിക്കുന്നു. അതിന് പകരം അതിനെ പുറത്താക്കുന്ന ആത്മശക്തിയുടെ ശുശ്രൂഷക്കാർ, പിശാചിന്റെ പ്രവൃത്തികളെ വിവേചിക്കാൻ കഴിവുള്ള പുരുഷന്മാരും സ്ത്രീകളും ആത്മശക്തിയുടെ വ്യാപാരത്താൽ അവര് ഒരു ശബ്ദം പറഞ്ഞാൽ റോമന ഹതിരികശി ചിലപ്പോ സിംഹമലർന്നതുപോലെ ആത്മാവിന്റെ ശബ്ദത്തിൽ അവർ അട്ടഹസിച്ച് ദുഷ്ടശക്തിയോട് പറയും, പുറപ്പെട്ടു പോയെന്നവർ പറയുമ്പോൾ അതിന്റെ ശക്തി വിട്ടു. ആ സെക്കൻഡിൽ വിട്ടുപോകും. ജീസസ് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് നിൽക്കട്ടെ. ഒന്നിച്ചു കൂടി വന്നു എന്ന് മാത്രം പറയുന്നത് നിൽക്കട്ടെ. ജീവന്റെ ശക്തി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കുവാൻ ഒരുങ്ങിയ ചില മനുഷ്യർ വരട്ടെ. ചില കയ്യടിയിൽ അവസാനിപ്പിക്കാതെ അത് ശക്തിയുടെ വ്യാപാരമായി വരട്ടെ. അസ്ഥികളിലേക്ക് അതിന്റെ വ്യാപാരം വരട്ടെ. ഞരമ്പുകളിലേക്ക് അതിന്റെ വ്യാപാരം വരട്ടെ. മാംസപേശികളിലേക്ക് അതിന്റെ വ്യാപാരം വരട്ടെ. ഒടിഞ്ഞ അസ്ഥികൾ ഉല്ലസിക്കുവാൻ, മുട്ടുകൾക്ക് ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകുവാൻ, ഹിപ്പിന് തകർച്ച ഭവിച്ചതിന്റെ ഹിപ്പ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സുഖമാകേണ്ടതിന് ദൈവത്തിന്റെ ശക്തിയുടെ എഴുന്നള്ളത്ത്.
കുറെ സംഘടനകൾ ഉണ്ടാക്കുവാനല്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് സംഘടന പറയുവാനല്ല, ആത്മശക്തിയുടെ വ്യാപാരത്താൽ ജീവിക്കുന്ന ദൈവമക്കൾ, പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, അഭിഷേകം ഒഴുക്കുന്ന പ്രവാചകർ, കൃപാവര ശുശ്രൂഷക്കാർ. കമാൺ. പിശാച് കൂടുവെച്ചിരിക്കുന്നിടം, ചില വീട്ടിൽ കൂടുവെച്ചിരിക്കുന്നത് കണ്ടെത്തുന്ന ആത്മകൃപക്കാരെ എഴുന്നേക്കട്ടെ. അതിന്റെ കാരണങ്ങളെ കണ്ടെത്തുന്ന, വിവേചിക്കുന്ന ആത്മവിവേചനക്കാരെ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ ദാസന്മാർ അത് തിരിച്ചറിയാൻ തയ്യാറാകട്ടെ. ശുശ്രൂഷയുള്ളവരെ കണ്ടെത്താൻ, അവരുടെ ശുശ്രൂഷ അംഗീകരിക്കാൻ ദൈവദാസന്മാർ തയ്യാറാകട്ടെ. തനിയെ നിന്ന് പ്രവർത്തിക്കാതെ ആത്മകൃപയുള്ളവരുമായി കൈകൊടുത്ത് ജനത്തെ അതിനുവേണ്ടി ഉണർത്തി, ജനത്തെ അതിനുവേണ്ടി ഉത്സാഹിപ്പിച്ച്, പ്രാർത്ഥനക്കാരെ അതിനുവേണ്ടി ഒരുക്കി കൂട്ടായി പോയി പിശാചിന്റെ കോട്ട ഇടിക്കാൻ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. നിൽക്കുന്ന ജനത്തിന് നട്ടലിന് ബലമില്ലാതാക്കാൻ, പ്രവർത്തിക്കുന്നവരെ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ബലം കെടുത്തി കളയുന്ന, അതിനെ ചോർത്തി കളയുന്ന ശക്തിയുടെ മേൽ അധികാരമെടുക്കാൻ ജീസസ് 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 ചില വിശ്വാസക്കാർ വേണം, ചില ഉപവാസക്കാർ വേണം. റോമാനിയൻ തേബൂരു കോബോലോ റോബാഷി ദഖേലോ റബാസിയ ലോമര ഹതനേ. ശുശ്രൂഷയില്ലാത്തവർ ഒരു ഭാഗത്തേക്ക് മാറ്റപ്പെടും, അവരൊരു മൂലക്ക് ഒതുക്കപ്പെടും. ആത്മശുശ്രൂഷയുള്ളവർ രംഗത്ത് വരണം, ആത്മശുശ്രൂഷക്കാർ രംഗത്ത് വരണം. ആത്മശക്തിയുടെ പ്രത്യക്ഷത ദേശത്തുണ്ടാവണം. Laturama kasunte shamala rukoboroshe haturama kandarele huranama kurantiyanamasi. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവത്തിന്റെ വിശുദ്ധ പ്രവൃത്തിക്ക് വേണ്ടി, ആത്മശക്തിയുടെ വ്യാപാരത്തിന് വേണ്ടി വിശ്വസിച്ച് ഏറ്റെടുക്കാൻ ജനമുണ്ടോ? ദൈവത്തിനൊരു പുതിയ കാര്യം ചെയ്യണം, ദൈവത്തിനൊരു പുതിയ കാര്യം ചെയ്യണം. എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ ഉള്ളിലാക്കി പുതിയൊരു ആത്മശക്തി ധരിപ്പിച്ച്, ഓ ഹല്ലേലൂയ, അപഗണിക്കപ്പെട്ടു പോയ ആത്മീക ശുശ്രൂഷകൾ, ആത്മീയ കൃപാവരങ്ങൾ ജനം തിരിച്ചെടുക്കാൻ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു. കമാൺ, അല്പസമയം ഒരുങ്ങുമോ? അല്പസമയം ഒരുങ്ങുമോ? പ്രവചന ശുശ്രൂഷ നിർത്തിവെച്ചവരെ അനുഗമിച്ച് മടങ്ങി വരുമോ? ദർശനവും വെളിപ്പാടും ഉണ്ടായിരുന്നവരെ ഇന്നത് നിർത്തലാക്കി വേറെ കണ്ണുകൾ കാണുന്നതനുസരിച്ച് മാത്രം ജീവിക്കുന്ന പ്രവൃത്തി, ആ ജീവിതം നിർത്തലാക്കാൻ തയ്യാറാകുമോ? മടങ്ങി വരുമോ ദർശനത്തിന്റെ കാലത്തേക്ക്, വെളിപ്പാടിന്റെ കാലത്തേക്ക്? ആമേൻ. അഭിഷേകത്തോടെ യോഗത്തിന് പോകുവാൻ ശുശ്രൂഷകന്മാർ തയ്യാറാകുമോ? ഇന്ന് പകൽ ജനം വിടുവിക്കപ്പെടുമെന്ന അഭിഷേകം വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആളത്വത്തിലൂടെ വ്യാപരിച്ച്, ശരീരത്തിലൂടെ വ്യാപരിച്ച്, ഒഴുക്കുന്ന ഒഴുക്കോടുകൂടെ പാസ്റ്റർ പോകണം, പാസ്റ്ററുടെ ഭാര്യ അതിനടക്കം അഭിഷേകത്തോടെ പള്ളിയിൽ കാലുകൂത്തണം. ആത്മീയ അധികാരം ഏറ്റെടുത്ത് വേണം പള്ളിയിൽ കാലുകൂത്താൻ. അന്ന് പറഞ്ഞ ജനത്തിന്റെ ആവശ്യത്തെ നിവർത്തിക്കുന്ന അധികാരത്തോടും അഭിഷേകത്തോടും കൂടെ പള്ളിയിൽ കയറി ചെല്ലണം. ആത്മാ ഉവേദിച്ച് വിളിച്ചു പറയും. പാരമ്പര്യത്തിന്റെയും പരിചയത്തിന്റെയും ശുശ്രൂഷകൾ നിർത്താൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ, അന്വേഷിച്ച് തിരുമുഖമന്വേഷിച്ച് പോകാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവരെ തേടി ദൈവത്തിന്റെ ആത്മാവ് നടക്കുന്നു. ദൈവത്തിന്റെ 7 ആത്മാവും കൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. കമാൺ, അല്പസമയം ദൈവസന്നിധിയിൽ ജാഗരിച്ച് ദൈവജനം പ്രാർത്ഥിക്കുമോ?